സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ വാരണാസി പോവാ. ഞാൻ ബനാറസിൽ വരെ ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചു. കാശിക്ക് പോവാ ഗൈസ്. ഈ പറഞ്ഞ 3 പേര് ഒരു സ്ഥലമാണ് UP, അതായത് ഉത്തർപ്രദേശിലെ വാരണാസിയിലേക്കാണ് നമ്മുടെ ഈ സെമ്മിലെ ട്രിപ്പ്. അപ്പോൾ നമ്മളെല്ലാവരും എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വാരണാസിക്ക് പോവാണ്. അത് ഡേ 1. ഞങ്ങളുടെ ട്രെയിൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ട്രെയിൻ കാണിച്ചു കൊടുക്കുക ശരിയാണോ? നിസാമുദ്ദീൻ ട്രെയിൻ വഴിയാണ് ഞങ്ങൾ വാരണാസിക്ക് പോകുന്നത്. ഞങ്ങൾ ഡൽഹിയിൽ നിന്നിട്ട് അവിടുന്ന് വന്ദേ ഭാരതിന് വാരണാസിക്ക് വിടുന്നതായിരിക്കും. സോ ഇപ്പം ടൈം എത്രയും 4 മണിയായി. 4 മണിയായി. ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായിട്ടിരിക്കുകയാണ്. ഇനിയും ട്രെയിനിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാം. Hello guys. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നമുക്ക് ട്രെയിൻ അടുത്തത് ന്യൂഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ നമ്മളൊരു ടാക്സി പിടിച്ച് ഇവിടുന്ന് ന്യൂഡൽഹിക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ടാക്സിയിൽ പോകുന്ന രംഗങ്ങളാണ്. പുറത്ത് നോക്കിയാൽ നല്ല ലൈറ്റൊക്കെ വിട്ട് ഡൽഹി കാണാൻ രസമൊക്കെ ഉണ്ട്. പിന്നെ ട്രാഫിക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു വെളുപ്പിനായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു സമയം എത്രയായി? 1:46. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു കടയിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് വന്നു, പക്ഷേ ഒന്നിനും കൊള്ളത്തില്ലാത്ത ഫുഡായിരുന്നു. പിന്നെ അതെങ്ങനെയോ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലകത്തേക്ക് പോയി. ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 6 മണിക്കേ ഉള്ളൂ. പക്ഷേ നമുക്ക് നേരത്തെ എത്തിയോണ്ട് നമ്മളിനി റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങും. നമ്മൾ വർക്ക് ചെയ്യാത്ത എക്സലേറ്ററിൽ കൂടെ കയറി വന്നു. അതെ, ഇനി ഏതാ നമുക്കിനി പോകേണ്ടത്? എങ്ങടാ പോണ്ടേ? പ്ലാറ്റ്ഫോം ഇവിടെയാണ്. നമുക്ക് 16-ാമത്തിലാണ് നമുക്ക് പോകേണ്ടത്. 2-16 വരെ. അപ്പോൾ നമ്മൾ 16-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 16-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എത്തി. ഡ്രൈവറെ തഹസിൽദാരെ വീഡിയോ കഴിക്കണോ? നമുക്ക് ചോദിച്ചു പോവാം. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പോകാനുള്ള വണ്ടി എത്തി ഗൈസ്.
വെയിറ്റിംഗ് ഫോർ വന്ദേ ഭാരത്. അവൻ ഒളിക്കാൻ Indian Railways wishes you a happy and comfortable journey. भारतीय रेल आपके सुखद एवं आराम എന്നെ ഒരു കരുതലാണ്. എന്താടാ ബ്രെഡ്, ബ്രൗൺ ബ്രെഡ്, കട്ട്ലേറ്റ് 2 എണ്ണം, ഇത് ഓംലെറ്റ് മസാല, ഇതെന്താണോ കേടാണോ ആണെന്ന് പറയാം, പൊട്ടിപ്പോയി 10 രൂപയുടെ. ഇത് ബട്ടർ, പിന്നെ സോസ്, പിന്നെ ഒരു സ്പൂൺ, പിന്നെ ഇതാ സോൾട്ട്, പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. இந்த கோழியை பார்த்தாலே தெரியும் நல்ல ടേസ്റ്റ്. എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ? തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ജി സർ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിയിട്ടാവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ചെന്നോളല്ലേ. ജോലി ഉണ്ടാവുക എന്നുള്ളതല്ലേ പ്രധാനം. അതെന്തായാലും എന്താ ഉണ്ണുന്നത് ഒരു ജോലിയാ. എക്സ്ട്രാ കേട്ടോ, അതെനിക്കാ, അത് അവനാ. ലഡുന ഐസ്ക്രീം വേണ്ടേ? ഞങ്ങൾ ബനാറസ് എത്തി. ഇനി ഏതാനും നിമിഷങ്ങളിൽ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുന്നതാണ്. എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കേൾക്കാം. ചെറിയൊന്നും പറഞ്ഞില്ലേ? ചെറിയ വല്ലതും പറയാം. ട്രെയിനിലോട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. ഇറങ്ങാനുള്ള കാണുന്നില്ലല്ലോ, തൂങ്ങിക്കിടന്ന് പെട്ടെടുക്കുന്നുണ്ടോ? മാന്യ അങ്ങനെ
വാരണാസിയിൽ വന്നിറങ്ങി ആദ്യത്തെ ഇമ്പ്രഷൻ വളരെ ശോകമായിരുന്നു കേട്ടോ. നല്ല ട്രാഫിക്കും നല്ല സൗണ്ടിൽ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷനാണ് ഈ കാണുന്നത്. സാരമില്ല, ഇപ്പം നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മളിതാ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.